ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാടൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗെയിൻ ഫോറക്സിനെ കുറിച്ചാണ്. ഫോറക്സിലെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും എഴുതി വെക്കുന്ന ആൾക്കാരൊക്കെയാണ്. എനിക്കറിയാം നമ്മുടെ ചാനലിൽ വരുന്ന ആൾക്കാരൊക്കെ പ്രോപ്പറായിട്ടൊരു നോളജ് ഗെയിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വരുന്ന ആൾക്കാരാണ്. അത് ചുമ്മാ കമൻ്റ് അടിക്കാനോ തമാശക്കോ വേണ്ടി വരുന്ന ആൾക്കാരൊന്നുമല്ല. വളരെ കുറച്ച് ഓഡിയൻസേ ഉള്ളൂ. അവർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ 4000 വ്യൂവിനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ദിവസം മെനക്കെടാമെന്നിരിക്കില്ല. ആ സമയത്ത് എനിക്ക് 10 ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യേ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക്. ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് കേട്ടോ. അപ്പം അതിനൊക്കെയുള്ള സമയമാണ് ഞാൻ ഈ യൂട്ടിലൈസ് ചെയ്യണേ. അപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് ഫോറക്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണെന്നുള്ളത്. ഞാൻ ഫോറക്സിൻ്റെ ഒരു തമ്പനയിൽ വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ, ഫോറക്സിൻ്റെ ഒരു എക്സ്ട്രാ പാർട്ടായിട്ട് സെപ്പറേറ്റ് പറഞ്ഞ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ടോ അത് ഫോറക്സിൻ്റെ ഒരു പാർട്ട് അല്ലാണ്ടാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ആ ഒരു സീരിയസോട് കൂടി നിങ്ങൾ എടുക്കുകയും ചെയ്യുക. ആൻഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോറക്സിനെ കുറിച്ച് തന്നെയാണ്, ബയാസിനെ കുറിച്ച് തന്നെയാണ്. ബട്ട് ട്രസ്റ്റ് മീ, ഇതേ ഒരു സംഗതി നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ പ്രൈസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആണ്, മനുഷ്യന്മാരുടെ ബിഹേവിയർ ആണ്. ഈ ഫോറക്സിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും കമ്മോഡിറ്റീസിലാണെന്നുണ്ടെങ്കിലും സ്റ്റോക്കിനകത്താണെന്നുണ്ടെങ്കിലും അത് സെയിം ആണ്. കാരണം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫിയറും ഗ്രീഡും എല്ലാ മാർക്കറ്റിലും ഉണ്ടാവുന്നതാണ്. അവരുടെ ബിഹേവിയർ എല്ലായിടത്തും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ ബിഹേവിയർ, മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റിലും സെയിം ആയിരിക്കും എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ടൈം ഫ്രെയിംസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാത്തൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ടൈം ഫ്രെയിമിനെ അതിനനുസരിച്ച് നമ്മൾ അലൈൻ ചെയ്യേണ്ടി വരും. അത് നമുക്ക് എന്താ പറയുക, ടെസ്റ്റ് ആൻഡ് എറർ എന്നുള്ളൊരു മെത്തേഡിൽ കൂടെ മാത്രമേ ചെയ്തെടുക്കാനും പറ്റുള്ളൂ കേട്ടോ. ട്രസ്റ്റ് മീ. അല്ലാണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, പറഞ്ഞുതരാൻ പറ്റില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ബട്ട് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് ഏതാണെന്നുള്ളത് ടെസ്റ്റ് ആൻഡ് എറർ എന്നുള്ള സംഗതിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് പ്ലാനിനെ കുറിച്ചാണ്. സത്യം പറയുന്നത് ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ലേ, ഒരു സെഷൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതിന് മുമ്പ് വരേണ്ടിയിരുന്നൊരു വീഡിയോ ആയിരുന്നു പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും എൻ്റെ ക്ലാസ് എടുക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പോലും പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 3-4 ദിവസം പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും വെച്ചിട്ട് ചെയ്യുന്നതല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്താണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബയാസ് വേണ്ടതുണ്ട്. ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താവരുതെന്ന് പറയും, ഇരുമ്പൊലൊക്കെ ആവരുത്. അതായത് ഞാനിന്ന് ബൈ മാത്രമേ ചെയ്യുള്ളൂ, ഇന്നലെ മാർക്കറ്റ് നല്ല സെല്ലിംഗ് മോഡിലായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ സെല്ല് മാത്രമേ ചെയ്യുള്ളൂ, ആ ഒരു രീതിയിൽ ആവരുത് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണോ ആ ഒരു ഡയറക്ഷനിലായിരിക്കണം നമ്മളുടെ ബയാസ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മാർക്കറ്റ് ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബയാസ് എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കണം. എനി ചാൻസ് എനിക്ക് താഴത്തേക്ക് സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെല്ല് എടുക്കൂല എന്നുള്ളതല്ല. അവിടെ എൻ്റെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. ഹയർ ടൈം ഫ്രെയിം ചാർട്ടിൽ എൻ്റെ മാർക്കറ്റ്, എൻ്റെ ബയാസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലെങ്കിൽ ബൈ സൈഡിലേക്കാണ്. അതുകൊണ്ട് താഴത്തേക്കുള്ള ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിനെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ട്രേഡിനെ ഞാൻ ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഹയർ ടൈം ഫ്രെയിം മാർക്കറ്റിൻ്റെ ബയാസ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ആ ഹയർ ടൈം ഫ്രെയിം ചാർട്ടിൽ മാർക്കറ്റിൻ്റെ ബയാസ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് മാർക്കറ്റിന് സപ്പോർട്ടുള്ളത് എന്ന് തരാനായിട്ട് നോക്കുക. മനസ്സിലായിട്ടുണ്ടോ? അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആർക്കാണ്? സപ്പോർട്ടുകൾക്കാണ്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാലിഡിറ്റി കൊടുക്കേണ്ട ആർക്കാണ്? റെസിസ്റ്റൻസുകൾക്കാണ്. ആദ്യം നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, മാർക്കറ്റിൻ്റെ ബയാസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൻ്റെ ബയാസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ കേസായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിനെ മാർക്കറ്റിൽ വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്താണ്? സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ഡേ ഓപ്പൺ ആണ്. കറണ്ട് ഡേ ഓപ്പൺ ആണ്. ആൻഡ് അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ഹൈ, ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ് വീക്ക് ലോ, പ്രീവിയസ് വീക്ക് ഹൈ, മന്ത് ലോ, പ്രീവിയസ് മന്ത്
ഹൈ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ ആഡ് ചെയ്ത് വെക്കാം. ഇതൊന്നും പറയണ കേട്ടിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബേജാറാവൊന്നും വേണ്ട കേട്ടോ. ഇത് നിങ്ങൾ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ, അതായത് 1-ാം തീയതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 30-ാം തീയതി മാറ്റി വരച്ചാൽ മതി. ഈ സംഗതി നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈ സംഗതി മാത്രമേ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇത് ജസ്റ്റ് ചുമ്മാ ഒരു വരക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ഈ ചാർട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് നിങ്ങൾ ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്ന ചാർട്ടാണ്, ബട്ട് ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഈ ചാർട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനുള്ളത് USD JPYയുടെ ചാർട്ടിലാണ്. ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് പുറകിലേക്കുള്ള ചാർട്ടിൽ പോവുകയാണ്. ഈ ഒരു റാൻഡം ദിവസത്തിനെ ഞാനിവിടെ സെലക്ട് ചെയ്യാം. ആൻഡ് ഞാനിപ്പോൾ ഉള്ളത് മന്ത്ലി ചാർട്ടിലാണ്. ഞാൻ മന്ത്ലി ചാർട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ഞാൻ ഡെയിലിയിലേക്ക് പോയി. ആദ്യം ഡെയിലിയിലേക്ക് പോകുമ്പം ഇപ്പം ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്, ഈ ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഈ ക്യാൻഡിൽ എൻ്റെ ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചുമ്മാ കട്ട് ചെയ്തേക്കണല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മാഗ്നറ്റിന് ഓൺ ആക്കുക. ഈ ഒരു മാഗ്നറ്റിന് ഓൺ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമ്മുടെ പ്രൈസ് വന്നിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ലൈന് വന്നിരിക്കും എന്നുള്ളതാണ് ആ മാഗ്നറ്റ് ഓൺ ആക്കിയാൽ നമുക്കുള്ള ഉപകാരം. ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ റേ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. ഞാൻ ഇത് ആദ്യം ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഡേ ലോയിനെ മാർക്ക് ചെയ്യാനാണ്. പ്രീവിയസ് ഡേ ലോയിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ലൈനിനെ ഞാൻ പ്ലോട്ട് ചെയ്തു. അപ്പോൾ എക്സാക്ട്ലി ആ ഒരു കറക്റ്റ് പോയിന്റിൽ തന്നെ വന്നോളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ടെക്സ്റ്റിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിപ്പോൾ ഞാൻ എടുത്തുള്ളത് പ്രീവിയസ് ഡേ ലോ ആണ്. ഓൾറെഡി എൻ്റെ അതിനകത്ത് പ്രീവിയസ് ഡേ ലോ ടെംപ്ലേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ്. നിങ്ങളിവിടെ PDL എന്ന് കൊടുത്താൽ മതി. ആൻഡ് അതിനുശേഷം ഞാൻ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഓക്കെ എന്ന് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഡേ ലോ നമ്മൾ എഴുതിയത് ഇവിടെ വരുന്നത് അത് നിങ്ങൾക്ക് അവിടെ വേണ്ട, അതിൻ്റെ മിഡിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഈ ഒരു സ്റ്റൈലിൽ പോയിട്ട് ഇവിടെ മിഡിൽ ടോപ്പ് എന്നുള്ളതുണ്ട്, അവിടെ മിഡിൽ എന്നുള്ളതുണ്ട്. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഇവിടെയായിട്ട് വരാനായിട്ട് ഈ ഒരു സൈഡ് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ലെഫ്റ്റ് കോർണറിൽ വേണോ മിഡിൽ വേണോ അതൊക്കെ സെലക്ട് ചെയ്യാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് കളർ ഏതാ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ടെംപ്ലേറ്റിൽ വന്നിട്ട് സേവ് ആസ് എന്ന് കൊടുത്തിട്ട് PDL ആണെന്നുണ്ടെങ്കിൽ PDL എന്നുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ സേവ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഇതിനെന്ത് ചെയ്തു, സേവ് ആസ് എന്നുള്ളത് കൊടുത്തിട്ട് PDL സെലക്ട് ചെയ്തു. പ്രീവിയസ് ഡേ ലോ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്, പ്രീവിയസ് ഡേ ഹൈ ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് അതിനെ പ്രീവിയസ് ഡേ ഹൈ ആയിട്ട് എടുത്തു. ആൻഡ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി. അടുത്തായിട്ട് എനിക്ക് വേണ്ട എന്താണ്, പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ആൻഡ് ലോ ആണ്. സോ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെന്താണ്, ഇത് കറണ്ട് വീക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ എനിക്ക് വേണ്ട എന്താണ്, എനിക്ക് വേണ്ടത് പ്രീവിയസ് വീക്കിൻ്റെ ആണ്. ഈ ഒരു വീക്കിന് പ്രീവിയസ് വീക്കിൻ്റെ ലോയിനെ ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ വീണ്ടും ഇതിനകത്ത് പോയി പ്രീവിയസ് വീക്ക് ലോ എടുത്തു. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ പ്രീവിയസ് വീക്ക് ഹൈ എടുത്തു. ആൻഡ് അതുപോലെ തന്നെ അടുത്തതായിട്ട് എനിക്ക് വേണ്ട എന്താണ്, മന്ത്ലിയാണ് ഞാൻ നോക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ എന്ത് ചെയ്തു, പ്രീവിയസ് മന്ത് ഹൈനെ എടുത്തു. ആൻഡ് ഞാൻ അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിട്ട് പ്രീവിയസ് മന്ത് ഹൈ കൊടുത്തു. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ലോവസ്റ്റ് പോയിന്റിലേക്ക് വന്നിട്ട് മന്തിനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ടെംപ്ലേറ്റിൽ പോയിട്ട് പ്രീവിയസ് മന്ത് ഹൈ കൊടുത്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, പ്രീവിയസ് മന്ത് ഹൈ, പ്രീവിയസ് മന്ത് ലോ ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ് വീക്ക് ഹൈ ആൻഡ് ലോ ഉണ്ട്, ആൻഡ് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ ഉണ്ട്. ആൻഡ് ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണ്, ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഡേ ഓപ്പൺ ആണ്. മനസ്സിലായിട്ടുണ്ടോ? കറണ്ട് ഡേ ഓപ്പൺ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ കറണ്ട് ഡേ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്തു. സോ ഇപ്പോൾ എൻ്റെ ചാർട്ട് പ്രിപ്പയർ ആയി. ഇനി എനിക്ക് എൻ്റെ ബയാസ് എടുക്കാൻ പറ്റും. ഇതിനകത്തും നമുക്ക് 2-3 കാര്യങ്ങൾ എടുക്കേണ്ടത് എന്താണ്, അതായത് നമുക്ക് ഷോർട്ട് ടൈം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ്. ഷോർട്ട് ടൈം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ആൻഡ് അതിനുശേഷമാണ് നമ്മുടെ സെഷൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ വരുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ അനാലിസിസ് ചെയ്യാനുള്ള ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാണ്. ഡെയിലി ടൈം ഫ്രെയിം ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാണ്. സോ ഈ ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുമ്പം എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, പ്രീവിയസ് ഡേ ലോ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഞാൻ ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. ഞാൻ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ വരച്ചപ്പം ആ ഒരു പോയിന്റിലാണ് വരച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ വന്നപ്പം എക്സാക്റ്റ് പോയിന്റ് എനിക്ക് കിട്ടി. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ആ ഹൈനെ ഞാൻ എക്സാക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം അലൈൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജനുവരിയിലേക്കുള്ള നോക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ ഡിസംബറിലെ ഹൈ ആണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ലോ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ ലോ ഉള്ളത്, ഡിസംബറിലെ ലോയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. സോ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഇവിടെ എക്സാക്ട്ലി മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ
25th സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജനുവരി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും അതായത് പ്രീവിയസ് മന്ത് ഹൈയിൽ നിന്ന് ഫെയിലിയർ ആയിട്ട് വീണ്ടും താഴത്തേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോയി സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുന്നു. ഇത് ഞാൻ നോക്കുന്നത് ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അതായത് ഒരിക്കൽ പോലും മാർക്കറ്റിന് എന്താക്കാൻ പറ്റുന്നില്ല, സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് ലാസ്റ്റ് താഴെ വന്നു, റീട്രസ്റ്റ് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് തന്നെ വീണ്ടും താഴത്തേക്ക് വീഴുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? സോ അവിടെ നമുക്ക് ഫസ്റ്റ് ഇൻഡിക്കേഷൻ എന്ത് കിട്ടി? മാർക്കറ്റിന് എന്താക്കാൻ പറ്റുന്നില്ല, പ്രീവിയസ് മന്തിൻ്റെ മുകളിലായിട്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി. സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ലേ? സോ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ക്യാൻഡിൽ ഒന്ന് നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെയാണ് നമ്മുടെ പ്രീവിയസ് മന്ത് ഹൈ ഉള്ളത്. ഈ പ്രീവിയസ് മന്ത് ഹൈൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, ഒരു ക്യാൻഡിലിന് പോലും ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് വീഴുകയാണ്. ആൻഡ് അവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ പോകുമ്പം ഇവിടെ നിന്ന് എനിക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അവിടെ എന്തുകൂടി നമുക്ക് കൺഫേം ആവുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ നമുക്ക് നോക്കുമ്പം ഇവിടെ ഒരു പ്രീവിയസ് വീക്ക് ഹൈ നമുക്ക് കൺഫേം ആവുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രീവിയസ് വീക്ക് ലോ നമുക്ക് കൺഫേം ആവുന്നുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്ക് പ്രീവിയസ് വീക്ക് ഹൈയും ലോയും നമുക്ക് കൺഫേം ആയി. ആൻഡ് അതിനുശേഷം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പം ഞാൻ നിൽക്കുന്ന കറണ്ട് ഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡ് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാം, മാർക്കറ്റിൽ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ അനലൈസ് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് എന്താണ്, മാർക്കറ്റിൽ ഇവിടെ പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ദിവസം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് താഴത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ട് എഗെയിൻ മുകളിലേക്ക് വന്നു. പ്രീവിയസ് വീക്ക് ഹൈനെ ഇവിടെ ലോ ആണുള്ളത്, പ്രീവിയസ് വീക്ക് ലോയിനെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി. സോ ഇവിടെ എന്തായിട്ടുണ്ട്, PDLനെ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് PDLനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് പ്രീവിയസ് വീക്ക് ലോയിനെ സസ്റ്റെയിൻ ചെയ്തു. എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് പ്രീവിയസ് ഡേ ഹൈൻ്റെ അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ഇപ്പം എനിക്ക് സിമ്പിളായിട്ട് എന്ത് മനസ്സിലായി, ഇവിടെ ഞാൻ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് സ്റ്റിൽ കിടക്കുന്നത് പ്രീവിയസ് വീക്ക് ഹൈൻ്റെ താഴെയാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും, സ്ലൈറ്റ്ലി ബാരിഷ് ആണെന്ന് പറയാൻ പറ്റും. കംപ്ലീറ്റ്ലി ബാരിഷ് ആണെന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ബാരിഷ് ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീക്കിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി ബാരിഷ് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബട്ട് അതേപോലെ തന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും, മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഓൾമോസ്റ്റ് മിഡ് പോയിന്റിലോ ആയിട്ടാണ് കിടക്കുന്നത്. കാര്യം മനസ്സിലായേ? സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ ബാരിഷ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ മോഡറേറ്റ്ലി ബുള്ളിഷ് ആയി എന്ന് പറയാൻ പറ്റും. കംപ്ലീറ്റ് ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയുടെ ക്യാൻഡിലിൻ്റെ മുകളിലായിട്ട്, പ്രീവിയസ് ഡേ ക്യാൻഡിലിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ബുള്ളിഷ് ആയി എന്ന് പറയാൻ പറ്റും. ബട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ ചെന്നിട്ടാണ് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റില്ല, മോഡറേറ്റർലി ഞാൻ ബുള്ളിഷ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ബയാസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ? ഈ ഒരു ചാർട്ടിൽ എൻ്റെ ബയാസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ചാർട്ട് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും പെട്ടെന്നൊരു ചാർട്ട് കൂടി ഞാൻ നോക്കിയിട്ട് പോകാം. AUDയിലേക്ക് പോവാണ്. ഞാനിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഞാൻ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു റാൻഡം ക്യാൻഡിലിനെ വീണ്ടും ഞാൻ സെലക്ട് ചെയ്യാണ്. ഒരു റാൻഡം ക്യാൻഡിൽ ഞാനിവിടെ വീണ്ടും കട്ട് ചെയ്തു. ഞാൻ ഇവിടുന്ന് മാർക്ക് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്താ മാർക്ക് ചെയ്യേണ്ടത്, പ്രീവിയസ് ഡേയിൻ്റെ ഹൈ ആൻഡ് ലോയിനാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ഞാനിപ്പോൾ ചാർട്ടിൽ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് തന്നെ വേഗം തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമായി. സോ പെട്ടെന്ന് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ദിവസം ഞാൻ അനലൈസ് ചെയ്യാൻ എടുക്കുമ്പം ഇവിടെ സെഷൻസ് ഓപ്പൺ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഈ ഒരു ദിവസം ഞാൻ അനലൈസ് ചെയ്യാൻ എടുക്കുമ്പം എനിക്ക് എന്ത് മനസ്സിലായി, ഇതാണ് ഈ ഒരു ദിവസത്തെ ഡേ ഓപ്പൺ എന്ന് പറയുന്നത്. ഡേ ഓപ്പണിൻ്റെ മുകളിൽ പ്രൈസ് ഇരിക്കുന്നുണ്ട്. ഡേ ഓപ്പണിൻ്റെ മുകളിൽ പ്രൈസ് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും ഷോർട്ട് ടൈം ആയിട്ടുള്ള ആളുകളുടെ ബയാസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി. ആൻഡ് അഗെയിൻ ഞാൻ
പ്രീവിയസ് ഡേയിലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയുടെ മുകളിലായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എൻ്റെ ബയാസ് എന്ന് പറയുന്നത് എന്താണ്, എഗെയിൻ പോസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് എഗെയിൻ ഞാൻ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും പ്രീവിയസ് വീക്കിൻ്റെ ലോ ഇവിടെയായിരുന്നു. ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് എവിടെയാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്, പ്രീവിയസ് വീക്കിൻ്റെ ഹൈയിൻ്റെ മുകളിലായിട്ട്. നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, എവിടുന്നാണ് ഈ പെർഫെക്റ്റ് സപ്പോർട്ട് വരുന്നത്, പ്രീവിയസ് വീക്ക് ഹൈയിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ പ്രീവിയസ് വീക്കിലെ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ഈ വീക്കിനെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, എഗെയിൻ വീക്ക്ലി സെൻറ്റിമെൻറ്റും പോസിറ്റീവ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എഗെയിൻ ഞാൻ മന്ത്ലി ക്യാൻഡിലിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ ഇവിടെ മുതൽ ഇവിടം വരെയല്ലേ ഉള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ചുമ്മാ ഒരു പ്രൈസ് റേഞ്ച് ടൂൾ എന്നെടുത്തിട്ട് മാർക്ക് ചെയ്ത് നോക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്രം ഇവിടെ മുതൽ ഇവിടം വരെ ഞാൻ മാർക്ക് ചെയ്തപ്പം എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രീവിയസ് മന്തിൻ്റെ മിഡ് പോയിൻ്റ് എന്താണോ അതിൻ്റെ മുകളിലായിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ലോജിക്ക് എന്താണെന്നറിയോ, നിങ്ങൾ ഒരു വലിയ മണി കയ്യിലുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പോയിൻ്റ് മുതൽ ഈ ഒരു പോയിൻ്റ് വരെ പ്രൈസിനെ എത്തിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു പോണ പോക്കിൽ ഇവിടം വെച്ചിട്ട്, അതായത് പ്രീവിയസ് മന്തിൻ്റെ മിഡിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ മാർക്കറ്റിനെ കൊണ്ടുപോയി എഗെയിൻ താഴത്തേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കയ്യിലുള്ള മണി പവറിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം മായ്ച്ചു കളഞ്ഞേക്കുക. എഗെയിൻ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ മുതൽ പ്രൈസ് ഇവിടം വരെ വന്നു, ഇങ്ങനെ പ്രൈസ് വന്നു, ഇതിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വീണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇതൊരു ക്ലിയർ ബാരിഷ്നസ് ആണോ അല്ലയോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ, ഇതൊരു പ്രോപ്പർ ബാരിഷ്നസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അതേപോലെ മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്, ഈ ഒരു റാലിയുടെ മിഡിൻ്റെ താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പോകുന്ന അപ് ട്രെൻഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് മന്ത് എന്തായിരുന്നു, ഈ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഈ മന്തിൻ്റെ മിഡിൻ്റെ മുകളിലായിട്ടും മാർക്കറ്റിനെ ക്ലോസ് ചെയ്യാൻ പറ്റി. സോ ഇവിടെ നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ടിലും വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലും കറണ്ട് ഡേയിലെ ചാർട്ടിലും എല്ലാത്തിനകത്തും നമുക്കൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, നമ്മുടെ ബയാസിനെ നമ്മൾ ഫിക്സ് ചെയ്തു. എന്താ ചെയ്തത്, മാർക്കറ്റിൽ ഇനി താഴത്തേക്കുള്ള ട്രേഡുകൾ എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും ഞാൻ അഗ്രസീവായിട്ട് സെല്ലിലേക്ക് പോകില്ല. കാരണം എൻ്റെ സെൻറ്റിമെൻറ്റ്സ് വൈസ് ഞാൻ ബൈ ട്രേഡാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ, എങ്ങനെയാണ് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ബയാസ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഈ വരച്ച പോയിന്റുകളൊക്കെ എന്താണ്, ഒരു രീതിയിൽ പറഞ്ഞാൽ സപ്പോർട്ടുകളാണ്, റെസിസ്റ്റൻസുകളാണ്. പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സപ്പോർട്ടാണ്, പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സപ്പോർട്ടാണ്. സോ നമ്മൾ ലാസ്റ്റ് വരച്ച GBP AUDയുടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ടൈം അലൈൻമെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ട്രെൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് വരുന്ന ട്രേഡുകൾക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് സോണുകളിൽ ഒരു ബൈ ട്രേഡിനായിരിക്കണം എന്നുള്ളതാണ്. സോ നമ്മുടെ ബയാസ് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ടോട്ടൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനും അപ് ട്രെൻഡിന് മാത്രമായിരിക്കും പ്ലാൻ ചെയ്തത്. സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ വീണ്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പാർട്ട് ഫോറക്സിൻ്റെ അടുത്ത പാർട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബുധനാഴ്ച വീണ്ടും ഒരു പാർട്ട് കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ബിൽഡിംഗ് ബ്ലോക്കുകളെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. പറയുന്ന ഓരോരോ പാർട്ട് കംപ്ലീറ്റ് ആകുമ്പോഴേ നിങ്ങൾക്ക് അടുത്ത പാർട്ടിലേക്കുള്ള ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ അടുത്ത പാർട്ട് പറയുമ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഷോർട്ട് ടൈം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കും വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുമെന്നുള്ളതാണ്. സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് നമ്മുടെ വീഡിയോനെ നിർബന്ധമായിട്ട് എത്തിച്ചു കൊടുക്കുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.